ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് മുന്നേ തന്നെ വൈറലായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിത് റെഡിയാക്കി നോക്കിയപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെയുള്ള 2 രൂപയുടെ കോഫി പൗഡർ ഉണ്ടല്ലോ, ബ്രൂ കോഫിയുടെ ഒരു പാക്കറ്റ്, അത് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കടുപ്പത്തിനനുസരിച്ചിട്ടുള്ള കോഫി പൗഡർ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ജെലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളമാണ് മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ പൊടിയും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ജെലാറ്റിനും പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു കോഫിയിൽ മിക്സ് ആയിട്ട് വരണം. അപ്പോൾ അതുവരെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ്സിൽ ഇതുപോലെ പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പകുതിയായിട്ടാണ് ഒഴിച്ച് സെറ്റാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി. ഫ്രിഡ്ജിൻ്റെ താഴെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വരും കേട്ടോ ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി പാലെടുത്തിട്ടുണ്ട്. പാലിൻ്റെ അളവൊക്കെ നമ്മൾ എത്ര ഗ്ലാസ്സിലാണോ സെറ്റ് ചെയ്തത് അതിൻ്റെ ഒരു ബാക്കി ഒഴിച്ചു കൊടുക്കാനുള്ള പാകത്തിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത്. ഈ ഒരു പാലിലേക്ക് നമുക്ക് അത്യാവശ്യം പാല് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മധുരത്തിനായിട്ട് നമ്മളിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം, പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നത് സെറ്റായി നല്ല ജെല്ലിയായി വന്നിട്ടുണ്ട്. നല്ല പുഡിങ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഗ്ലാസ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ 2 ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ഗ്ലാസ്സിലും ഇതുപോലെ ഫുള്ളായിട്ട് ഈ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നല്ല ഭംഗിയിൽ 2 ലെയറായിട്ട് കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ വൈറലായിട്ടുള്ള ജാപ്പാനീസ് ജെല്ലി കോഫി. ഇനി ഇത് കഴിക്കുന്ന സമയത്താണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. സ്പൂൺ ഇതുപോലെ അടിയിലേക്ക് അങ്ങ് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ കാണാൻ. കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ ഒരു പ്രത്യേക ഡിസൈനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ കാണുന്നത് പോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതുപോലെ ഈ ഒരു ജെല്ലി ഈ ഒരു പാലിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കഴിക്കുക. അപ്പോൾ ജെല്ലിയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ പാലിൽ ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാപ്പാനീസ് വൈറൽ കോഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്